കേസ് വൈകി പോകും. ഇതിന്റെ നടത്തിപ്പുകാരൊക്കെ കോടതി പോണ്ട ദുരവസ്ഥ വരുന്നത് ആലോചിച്ചു നോക്കൂ. ആന എഴുന്നള്ളിച്ച പ്രസിഡന്റ് കോടതി പോകണം. അവസാനം എന്തായി? നേരത്തെ പറഞ്ഞ പോലെ 45 46 ഭരണത്തെ ഒരാനപ്പുറത്ത് നമ്മള് ചടങ്ങൊക്കെ നടത്തി സമാധാനകരം ജയിലിൽ പോയി കിടക്കാൻ വയ്യല്ലോ. ഒരാനപ്പുറത്ത് ഇത്രയും വലിയൊരു വിശേഷം ആലോചിച്ചു നോക്കൂ. ഇത്രയും വലിയൊരു വിശേഷത്തിന്റെ കണക്കിൽ കത്തി വെച്ചിട്ട് നമ്മളിൽ നിന്ന് അസ്വസ്ഥത ഉണ്ടാകുന്നുണ്ടോ? ഒരു ആലപ്പുഴ കളക്ടറെ വെച്ചതിന്റെ പേര് 10,000 ജയിലിലിറങ്ങിയത് മതത്തിന്റെ പേര് പറഞ്ഞു. ആലപ്പുഴയിലെ ഒരാളെ കളക്ടറാക്കിയപ്പോൾ ഇവിടെ ഒരാൾ ആക്സിഡന്റിൽ പ്രതിയായി എന്നൊരു കാരണം പറഞ്ഞ് അദ്ദേഹത്തെ ആലപ്പുഴ കളക്ടറാക്കി വെച്ചപ്പോൾ അത് മതത്തെ ബാധിക്കുന്നൊന്നുമല്ല. എന്നിട്ട് പോലും 10,000 മതവിശ്വാസികൾ തെരുവിലിറങ്ങി കളക്ടറെ മാറ്റണമെന്ന് പറഞ്ഞു. തൃപ്പൂണിത്തറ ആഘോഷം ഒരു ആനപ്പുറത്ത് നടന്നപ്പോ എന്ത് ചെയ്യാമല്ലേ എന്ന് പറഞ്ഞ് ഇത് വിധിയാണെന്ന് പറഞ്ഞ് കരഞ്ഞ കാലം കഴിക്കാൻ പറ്റും. അങ്ങനെ എനിക്ക് പുറകോട്ട് മാറി വരുന്നുണ്ട്. ഒരുപാട് മാറിക്കൊടുത്തവരാണ് ഇപ്പോഴും യൂണിഫോം സിവിൽ കോഡ് മോഹമായി നിൽക്കുക. വരുമെന്ന് നമുക്ക് നമ്മളെ പ്രതീക്ഷിച്ചു കൊടുക്കുന്നത് 1950-കളിൽ ഹിന്ദു സിവിൽ നിയമം പാസ്സായി. ഹിന്ദു കോഡ് പാസ്സായി. ഇവിടെ 950-ൽ ഹിന്ദു എന്ന് പറഞ്ഞാൽ 900 വിഭാഗമാണ്. ഒരാൾക്ക് 5 ആവാവുന്ന ദ്രൗപതിമാരും നമുക്കിടയിൽ ഉണ്ടായിട്ടുണ്ട് അല്ലെ. ഒരു ഭർത്താവിന് 3 ഭാര്യമാരുള്ള എന്താ പറയണ്ടേ രാമായണം കഥ നമുക്കറിയാം, ദശരഥനെ നമുക്കറിയാം. ഇനി 16,000 അർത്ഥമൊക്കെ വേറെയാണെങ്കിൽ അതും നമുക്കറിയാം. ഇതൊക്കെ അറിയാവുന്ന നമുക്കിടയിൽ ഹിന്ദുവിന് ഒരു ഭാര്യയെ ആകാവൂ. ആ ഹിന്ദു എന്ന് പറഞ്ഞാൽ നായാടി മുതൽ നമ്പൂതിരി വരെയുള്ള എല്ലാവരും അതിനകത്ത് വിട്ടു. അവരുടെ വിവാഹപ്രായം സ്റ്റേറ്റിന്റെ വിവാഹപ്രായത്തിൽ അവർക്ക് നടത്താൻ പാടുള്ളൂ. അവർക്കൊരു വിവാഹമേ പാടൂ. കോടതിയിലൂടെ വിവാഹമോചനം നടത്താവൂ. അഡോപ്ഷൻ ഇങ്ങനെയേ ചെയ്യാവൂ. അവരുടെ മൈനോറിറ്റി റൈറ്റ് ഇല്ലതാണ് നിയമം ഉണ്ടായില്ല. 900 ആചാരമാണ് നമുക്ക്. തിരുവനന്തപുരക്കാരുടെ കല്യാണത്തിന്റെ ആചാരം എന്താണെന്ന് പട്ടാമ്പി തന്നെ എനിക്ക് മനസ്സിലായില്ല. കാരണം അത്ര വ്യത്യാസമുള്ള നമുക്കൊക്കെ ഒരു ബില്ലിന്റെ കീഴിൽ അടങ്ങാൻ സാധിച്ചു. കാരണം രാഷ്ട്രം ഇച്ചിരി എതിർപ്പുകളൊക്കെ ഉണ്ടായെങ്കിലും രാഷ്ട്രത്തിന്റെ നന്മയ്ക്ക് കരുതിക്കൊണ്ട് ആ ഹിന്ദു കോഡ് ബില്ലിനെ നമ്മളെല്ലാം കൈനീട്ടി സ്വീകരിച്ചു. ഇന്നും എല്ലാവർക്കും അനുസരിക്കാവുന്ന ഒരു നിയമം എന്നത് സ്വപ്നം മാത്രമായി നോക്കുന്നു. 1968-ൽ കേരള നിയമസഭ ജന്തുബലി നിരോധിച്ചു. കാര്യം ജന്തുബലി ക്ഷേത്രങ്ങളിൽ വേണ്ട, അല്ലെങ്കിൽ ആരാധനാലയങ്ങളിൽ വേണ്ട എന്ന അഭിപ്രായവും അതിനനുസരിച്ച് നവോത്ഥാനമൊക്കെ നമുക്കിടയിൽ നടക്കുന്നുണ്ട്. ആ നവോത്ഥാനത്തിനെ കരുതിക്കൊണ്ടായിരുന്നു അവരൊരു വിധി നിയമം വന്നത്. 1968-ൽ കേരള നിയമസഭ ജന്തുബലി ക്ഷേത്രങ്ങളിൽ മാത്രമായി നിരോധിച്ചു. 1960-ൽ കേന്ദ്ര നിയമം ഉണ്ടായിട്ടുണ്ട്. കേന്ദ്ര നിയമം അതായത് മൃഗീയമായി ഭാഷ എന്താ പറഞ്ഞ മനുഷ്യത്തിലേക്കെന്ന് പറഞ്ഞുള്ളൂ അല്ലെ. അത് ക്രൂരമായി മൃഗങ്ങളെ ആരാധനയ്ക്ക് വേണ്ടി കൊല്ലരുത്. അത് എല്ലാവർക്കും ബാധകമാണ്. അങ്ങനെയാണ് കേന്ദ്ര നിയമം ഉണ്ടാക്കിയത്. പക്ഷെ കേരളത്തിൽ വന്നപ്പോൾ ക്ഷേത്രങ്ങൾക്ക് മാത്രമായി, ക്ഷേത്രങ്ങളിലോ പരിസരത്തോ ആരാധനയ്ക്ക് ഉപയോഗിക്കുന്ന ഒരു സ്ഥലത്തോ പരിസരത്തോ ജന്തുബലി നടക്കരുത് എന്ന് 1968-ൽ നമ്പൂതിരിപ്പാടിന്റെ നിയമസഭ നിയമം പാസാക്കി. ഹിന്ദുവിനോടുള്ള ഇഷ്ടം കൊണ്ടാകുന്നത്, ഹിന്ദുക്കളുടെ നവോത്ഥാനം നടന്നോട്ടെ എന്നുള്ള മോഹം കൊണ്ടാകുന്നത്. ആ കേരളത്തിൽ ലക്ഷക്കണക്കിന് മൃഗങ്ങളെ കൊന്നു തള്ളുന്നു. ലക്ഷക്കണക്കിന് അല്ലെ. ഓരോ ആഘോഷവുമായൊക്കെ ബന്ധപ്പെട്ട് അറക്കാൻ കൊണ്ടുവന്നിരിക്കുന്ന ആളുകളൊക്കെ കാണുമ്പോൾ ഞാൻ എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം വലിയ ചില കൂട്ടിന്റെ ഒക്കെ ഫോട്ടോ ഇട്ടിട്ട് അല്ലെ കോഴിക്കല്ലുകൾ ചിരിക്കുന്നുണ്ടോ എന്നൊരു സംശയം തോന്നി. നമ്മൾ മൂടി വെച്ച കോഴിക്കല്ലുകളൊക്കെ ഇത് കണ്ടുകൊണ്ട് അതിൻ്റെ ഇടയിൽ നിന്ന് ചിരിക്കുന്നുണ്ടോ? ഒരു നിയമം ഉണ്ടാക്കുമ്പോൾ മതേതര കേരളം എന്നാണ് പറയുന്നത്. എല്ലാവർക്കും ബാധകമാക്കുന്നായിരുന്നത്, എല്ലാവർക്കും ഒരുപോലെ ബാധകമാക്കിക്കൊണ്ടൊരു നിയമം ഉണ്ടാക്കാൻ 1968 മുതൽ ഇതുവരെ സാധിച്ചില്ല. ഭൂപരിഷ്കരണ നിയമം പാസാക്കി. ക്ഷേത്രങ്ങൾക്ക് 10 രൂപയുടെ പച്ചരി വാങ്ങി നേദ്യം വെക്കാൻ വഴിയില്ലാത്ത വിധത്തിലേക്ക് കേരളത്തിലെ ക്ഷേത്രങ്ങൾ പോയി. നമ്മൾ സന്തോഷിച്ചു. നാട്ടുകാരുടെ പട്ടിണിയിലെ ഭഗവാൻ എന്തിനാ അല്ലെ, ഭഗവാൻ എന്തിനാ സ്വത്ത് നമ്മൾ വിചാരിച്ച് നമ്മൾ വലിയൊരു വിപ്ലവം നടത്തിയതിന്റെ ഭാഗമായി നമ്മൾ സന്തോഷിച്ചു. ഇപ്പഴാ പറയണോ വഖഫിന് 1000-കണക്കിന് ഏക്കർ ഭൂമി ഇവിടെ കിട്ടാനുണ്ട്. അവർക്കിതൊന്നും ബാധകമല്ലേ. 1957 ആദ്യം പാസാക്കിയത് കുടിയൊഴിക്കൽ നിരോധന നിയമമാണ്. അതിനുശേഷം കർഷകർ കുടിയാന്മാരെ ഒഴിപ്പിക്കരുത്. ആദ്യ ബില്ലാണ് വന്നത്. കുടിയാന്മാരെ ഒഴിപ്പിക്കരുത്. 57-ല് നിയമം പാസാക്കി. ഇപ്പൊ മുനമ്പത്ത് അടക്കമുള്ളവർ ഇറങ്ങിപ്പോകേണ്ടി വരുമോ എന്ന ഭയം നിൽക്കുന്നു. ഈ നിയമം ആർക്ക് വേണ്ടി ഉണ്ടാക്കി? എന്തുകൊണ്ട് ഇതിന് 1 ഏക്കർ ഭൂമിയിലേക്ക് പോയി 1000-കണക്കിന് ഏക്കർ ഭൂമി എങ്ങനെ അവർക്ക് വെക്കും? അമ്പലങ്ങൾക്ക് വലത്ത് വെക്കാൻ പോലുള്ള ഭൂമി ബാക്കി വെക്കാതെ ബാക്കിയെല്ലാം പിടിച്ചെടുത്ത് പോയി. കാരണം വഴങ്ങിക്കൊടുത്ത് വിധേയത്വം കാണിച്ച് നവോത്ഥാനത്തിന്റെ നായകന്മാരാകാനുള്ള മോഹം കൊണ്ട് എല്ലാവരെയും അംഗീകരിച്ച് ഇനി ഇവരെ അവസാനിപ്പിക്കുക. ഇതാണ് വഴി.
പുതിയ പുതിയ ഇങ്ങനെ എല്ലാം നവോത്ഥാനാണെന്ന് പറഞ്ഞ് നമ്മളങ്ങ് അംഗീകരിക്കുന്നില്ല. 1968 നിയമം ഉണ്ടാക്കി അതേ മനസ്സുകൊണ്ടാണ് 2018 ശബരിമലയിലെ യുവതീ പ്രവേശന വിധിയെ അവർ സമീപിച്ചത്. അതിനുശേഷമുണ്ടായ എത്ര കോടതി വിധികൾ